Frozen, colder than ice. Hating you was the only war, and I can't stop loving you, darling. Only mine, mine, mine love. Such a huge house. നല്ല വലിപ്പമുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേർക്ക് മാത്രം താമസിക്കാൻ ഇത്രയും വലിയ വീട്? തൽക്കാലത്തേക്ക് അതെ. ചുരുക്കി പറഞ്ഞാൽ വേക്കൻസീസ് ഒഴിവുണ്ട് അല്ലേ? പിന്നെ എനിക്ക് കല്യാണം കഴിക്കണം, എൻ്റെ പിള്ളേരാവണം, അവരൊക്കെ കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കണം. അപ്പോ പുള്ളിക്കാരനോ? കാളവാല് വെക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. അല്ല, അപ്പോൾ റോക്കി ചേട്ടൻ കല്യാണം കഴിക്കൂലെന്ന് പറഞ്ഞിരിക്കുക, അതെന്ത് പറ്റി? പറയാനുള്ള ടൈമായിട്ടില്ല. നിന്നെ എനിക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. നീ എപ്പോഴാ എന്താ ചെയ്യാന്ന് ദൈവം തമ്പുരാന് പോലും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തൽക്കാലം സമയമായിന്ന് എനിക്ക് തോന്നട്ടെ, എന്നിട്ട് പറഞ്ഞോളാം. ഇതാണ് മുറി, ഇവിടെ കിടന്നോളല്ലോ. ഇനി എന്തിനാ കുഞ്ഞെ നീ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? എനിക്ക് ചായ കിട്ടിയില്ല. ഞാൻ ചായ കുടിക്കാനല്ലേ പുറത്തിറങ്ങിയത്. എന്നിട്ട് എനിക്ക് ചായയും കിട്ടിയില്ല, എന്നെ അതിനകത്തോട്ട് നിടുകയും ചെയ്തു. അവൻ ചുമ്മാ പറഞ്ഞതല്ല, ഇവക്ക് ശരിക്കും വട്ട. ചായ വേണമല്ലേ? ബാ. പിന്നെ കിടപ്പം കുറച്ച് ഇച്ചിരി മധുരം കൂട്ടി, ഓക്കെ? ഞാനിവിടെ ഹോട്ടലൊന്നും അല്ല നടത്തുന്നത്. ഞാൻ ഉണ്ടാക്കും, നീ കുടിക്കും, അത്രേ ഉള്ളൂ. മനസ്സിലായോ? പാതിരാത്രി ചായ ഇട്ട് കൊടുക്കുന്നതും പോരെ, അവൾക്ക് ഇനി കടുപ്പം കുറച്ച് മധുരം കൂട്ടിയാലേ അവൾ കുടിക്കും. എന്തുവാ കാരണം ഒരു മതി കുശുമ്പത്തി പെണ്ണുങ്ങളെ കണക്ക്? ഒരു ചായയല്ലേ ചോദിച്ചോളൂ, നിങ്ങളെ കിഡ്നിയൊന്നും ചോദിച്ചില്ലല്ലോ. ഓ എൻ്റെ തമ്പുരാട്ടി, ഞാൻ ഇട്ട് തരാം, അവിടെ ഇരുന്നോ. ദാ, എങ്ങനെയുണ്ട്? കടുപ്പം കുറച്ച് മധുരം കൂട്ടി. അസൊരു ചായ. കാരണവരെ നിങ്ങൾ മുത്താണ്. നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് ഉറക്കമൊന്നുമില്ലേ? ധ്രുവ, നീ വരുന്നുണ്ടോ? തമ്പുരാട്ടിക്ക് ചായ വേണമെന്ന് ഉണ്ടായി കൊടുത്തതാ. സ്വന്തമായിട്ട് എടുത്ത് വെച്ചല്ലേ, അനുഭവിച്ചോ. അല്ല, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അറിഞ്ഞിട്ട് എന്തിനാ? കല്യാണം ആലോചിച്ച് തരാനാ? കല്യാണം ആലോചിച്ചേര് ഒന്നുമില്ലെങ്കിലും പാതിരാത്രി നിന്നെ വീട്ടിൽ കയറ്റിയില്ലേടി ഞാൻ. അത് ഓർത്തിട്ടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ആരാ, എന്താ, എവിടെന്നാ ഒന്നും അറിയാതെ ഞാൻ ഇങ്ങനെ നിന്നെ അതിനകത്ത് കയറ്റുന്നേ, അതും എൻ്റെ റിസ്കിൽ. നീ ഇവിടെ എന്തെങ്കിലും നശിപ്പിച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടപരിഹാരം ചോദിച്ചു വാങ്ങിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണ്ടേ? ഓ അങ്ങനെ ഉണ്ട്. ഞാനും എൻ്റെ അച്ഛനും. എൻ്റെതും അത്യാവശ്യം വലിയ വീടാണ്. ഇതൊരു കാലം കാണും. റോക്കി ചേട്ടൻ കണ്ടിട്ടുണ്ട് അല്ലേ? നോക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു 5-6 പട്ടികളുണ്ട്. എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഓ, അതാണ് ഇവർക്ക് പട്ടികളുടെ സൈക്കോളജി ഇത്ര നന്നായിട്ട് അറിയാവുന്നത്. നല്ല ആളെ തന്നെ പട്ടീനെ അയച്ചിട്ട് പേടിപ്പിക്കാൻ നോക്കിയത്. ഇതാണ് പറയുന്നത്, വെടിക്കെട്ടുകാരൻ്റെ പട്ടീനെ ഉടുക്കുവിട്ട് പേടിപ്പിക്കാൻ നോക്കാൻ പറ്റൂലത്. എടാ, നീ എവിടെ പോവാ? എനിക്ക് അവളുടെ വാചകടി കേട്ടോണ്ടിരിക്കുന്നതല്ല പണി. സമയം 3 മണിയായി, അറിയോ? 3 മണിയൊക്കെ ഒരു സമയമാണോ? ആണല്ലോ. കാരണമേ ഞങ്ങൾ മനുഷ്യരാ, അല്ലാതെ നിന്നെ കണക്ക് മൂങ്ങിയുടെ ജന്മമല്ല പാതിരാത്രി ഉറക്കം ഒഴിച്ചിരിക്കുന്നത്. ഒരു മിനിറ്റേ, ഞാൻ നിന്നോട് ആ കസേര ഇരിക്കാനല്ലേ പറഞ്ഞത്? നീ എന്തിനാ കൗണ്ടർ ടോപ്പിൽ കയറിയിരിക്കുന്നേ? അതെ, ഞാൻ പൊഞ്ഞുപോലെ സൂക്ഷിച്ചുകൊണ്ട് പോകണ എൻ്റെ അടുക്കളയാണ്. ദൈവത്തെ ഓർത്തൊന്നും നശിപ്പിക്കരുത്.
അത് ശീലമായി പോയുണ്ട. കുരങ്ങൻ്റെ ജന്മം തന്നെ. നീ ഒരു സഞ്ചരിക്കുന്ന മൃഗശാലയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. വന്യജീവികൾ കാണിക്കുന്ന സർവ്വ കുരുത്തക്കേട് നീ കാണിക്കുന്നുണ്ട്. ഇത് കാർന്നോരെ വേണ്ട, ഇനി ചോർത്തി വരുന്നുണ്ടേ. ആണോ? അത് ചൊറിച്ചിലിൻ്റെ മരുന്ന് ചോദിച്ചാൽ മതിയേ. നോക്കണ്ട, നീ തന്നെ ഇതെന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ മുറിയിൽ എന്താ? അത് തുറക്കണ്ട. അതെന്താ? തുറന്നാ നാളെ നിന്റെ പല്ലെന്നൊക്കെ മാത്രമേ ഇവിടെ കാണുള്ളൂ. ഇതിനകത്ത് വല്ല യക്ഷിയാണോ? നിങ്ങളെ തളച്ചിട്ടേക്കുന്ന വല്ലതാണോ? ഈശ്വര, പ്രേതാലയത്തിലാണോ ഞാൻ വന്ന് കയറിയത്? യക്ഷി അകത്തല്ല, പുറത്താ. അതാരാ? നിന്റെ ബാക്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കോളൂ. എനിക്കിപ്പോൾ അറ്റാക്ക് വന്നേനെ. എന്തുവാ റോക്കി ചേട്ടാ, ഒന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് നിന്നൂടെ? ഇന്നൊരു രാത്രി മാത്രം നിന്റെ സേഫ്റ്റി ഉദ്ദേശിച്ച് മാത്രമാണ് നിന്നെ ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ കയറി ഇറങ്ങി നിരങ്ങാനല്ല. ഇപ്പോൾ ഈ നിമിഷം നീ പോയി കിടന്ന് ഉറങ്ങണം. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നീ തലയിടേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഡി കുരിപ്പേ, എന്താടി? അപ്പൊ അവന്റെ വഴക്ക് കേട്ടാ തീരുമാനമേ ഉള്ളല്ലേ? അപ്പോൾ ഞാൻ മിണ്ടൂല. ഞാൻ അങ്ങനത്തെ പിണക്ക. ബാ, ഇപ്പം പോയി കിടന്ന് ഉറങ്ങ. ഇല്ലെങ്കിലേ ഇതിലും വലുത് കഴിക്കേണ്ടി വരും. കാരണവരെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്തേ? എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. എൻ്റെ വീട്ടിൽ അച്ഛനൊരാൾ നിർത്തിയിട്ടുണ്ട്, ഒരു ആൻറ്റി. പുള്ളിക്കാരത്തിയാണ് എൻ്റെ കൂടെ കിടക്കാറ്. എനിക്കിവിടെ ഒറ്റയ്ക്ക്. നിനക്ക് എത്ര വയസ്സായി? 22. എന്തേ? 22 വയസ്സുള്ള ഒരു സ്ത്രീയാണിത് പറയുന്നത്. ഞാൻ അത് ആലോചിച്ചതാ. തൽക്കാലം മക്കൾ ഇന്നോട്ട് ഒറ്റയ്ക്ക് കിടന്ന് ശീലിച്ച് നോക്ക്. ഓക്കെ? അയ്യോ, അതൊന്നും പറ്റത്തില്ല. എനിക്ക് സത്യമായിട്ടും പേടിയാ. എന്നും പറഞ്ഞ് ഞങ്ങളിവിടെ 2 ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. നിന്നെ എന്തോ വിശ്വസിച്ച് ഞങ്ങളിവിടെ കിടത്തും? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ അത്രയ്ക്ക് കൺട്രോൾ ഇല്ലാത്തവരാണ്? വൃത്തിയോട് പറയുന്നു. ഞങ്ങൾക്ക് 2 നല്ല കൺട്രോൾ ഉണ്ട്. എനിക്ക് നിന്നെ പേടി. അയ്യോ, ഞാൻ ഉപദ്രവകാരിയൊന്നുമില്ല. ഞാൻ ഉറക്കത്തിൽ കയ്യും കാലും എടുത്തിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ജസ്റ്റ് അടുത്ത് ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ മതി. എടി കൊച്ചേ, സത്യമായിട്ട് നിന്നെയും കൊണ്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവൻ എൻ്റെ തല വെട്ടും. വേണോ? തൽക്കാലം ഇന്ന് എൻ്റെ പൊന്നുമോള് ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുമോ? കാർന്നോരെ പ്ലീസ്. അയ്യോ, എനിക്ക് പറ്റൂല. എന്തുവാ കാർന്നോരെ, ഒരു പെങ്ങളെ പോലെ കണ്ടാൽ മതി. അല്ലേ ഞാൻ റോക്കി ചേട്ടൻ്റെ അടുത്ത് കിടന്നോളാം. പുള്ളിക്കാരനാകുമ്പോൾ എനിക്ക് കുഴപ്പമില്ലല്ലോ. അല്ല, കുഞ്ഞുമോള് നേരത്തെ എന്തോ ഒന്ന് പറഞ്ഞായിരുന്നല്ലോ, കല്യാണത്തിന് മുമ്പ് അന്യപുരുഷന്മാരുടെ കൂടെ ഒന്നും കിടക്കത്തില്ലെന്ന്. പിന്നെ ഇപ്പം എന്താടി, അവ അന്യപുരുഷനല്ലേ? അത് അന്യപുരുഷനാണ് ഇപ്പോൾ. ഭാവിയിൽ ചിലപ്പം ഞാൻ റോക്കി ചേട്ടനെ കെട്ടിക്കഴിഞ്ഞാൽ ഭർത്താവല്ലേ, ഭാവി ഭർത്താവിൻ്റെ കൂടെ കിടക്കുന്നത് ഒരു തെറ്റാണോ? എടി താടകേ, എനിക്കപ്പോഴേ തോന്നി നിനക്കൊരു കുഴപ്പമില്ല. നീ ഇവിടെ തന്നെ കിടക്കും. കടന്നോളെ. ബൈ, ഗുഡ് നൈറ്റ്. അയ്യോ, പോയോ?
മെസ്സേജ് കാർന്നോരെ ഡോറ് ലോക്ക് ചെയ്യല്ലേ, എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നൊന്ന് വിളിക്കാനാ. പാവം. ഉറങ്ങിയോ? അത് ശരി, ഇത്രയും വലിയൊരു കട്ടിലുണ്ടായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെ സൂചിച്ച് കിടക്കുന്നു. പാവം കാർന്നോര് ഇപ്പുറത്തെ സോഫയിൽ. എന്തൊരു മോശടനാ. തൽക്കാലം ഞാൻ തൊട്ടടുത്ത് കിടക്കുവാണേ. Obsession that I crave, my heat that I always ഇവിടെ കിടന്നാൽ ശരിയാവില്ല. who is brave, the velvet blanket I wanna drape forever. ഇതെന്തോന്ന് തിമിംഗലം ചത്തുകിടക്കുന്ന? അയ്യോ, ഇതവളല്ലേ? എടി എനിക്കടി. അയ്യോ എടി ഒന്ന് എനിക്കടി. എടി എടി പൊട്ടത്തി ഒന്ന് എനിക്ക്. അവ എണീക്കുന്നതിന് ഒപ്പം എനിക്കടി. എന്തുവാ കാർന്നോരെ, ആരെങ്കിലും ചത്തോ? ആടി നിന്റെ അപ്പൂപ്പൻ ചത്ത്. എനിക്കടി ഇങ്ങോട്ട്. എൻ്റെ അപ്പൂപ്പനോ? അല്ല എന്റെ അപ്പൂപ്പൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? നല്ല കാര്യമാവാൻ ഫസ്റ്റ് എണീക്കായിരുന്നത്. നീ ഇന്നലെ ആ മുറിയിലായിരുന്നു കിടന്നിരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഒന്ന് കൊന്നേനെ അവൻ. പുള്ളിയുടെ അടുത്ത് കിടക്കാന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കിടന്നപ്പോൾ ചെറിയൊരു പണി കിട്ടി, അതുകൊണ്ട് ഞാൻ കിട്ടും. പണിയാ? ഒരു മിനിറ്റ്, നീ അവന്റെ കട്ടിലിൽ കയറി കിടന്നായിരുന്നാ? കിടന്നു. സബാഷ്. നീ ദൈവത്തെ ഓർത്ത് ഈ ഒരു കാര്യം മാത്രം അവനോട് പറയരുത്. നീ റൂമിൽ കിടന്ന കാര്യം വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അത് പിന്നെയും പ്രശ്നമില്ല. ദൈവത്തെ ഓർത്ത കട്ടിലയിൽ നീ കിടന്നൊന്നും പറയരുത് കേട്ടോ. പറഞ്ഞാ എന്താ കുഴപ്പം? നിനക്ക് എൻ്റെ ഉത്തരം വേണോ നിന്റെ ജീവൻ വേണോ? എനിക്കിതിൻ്റെ ഉത്തരം മതി. എന്നാ ഓൾ ദ ബെസ്റ്റ്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും, ചെന്ന് പറഞ്ഞോട്ട്. ധ്രുവ, എണീറ്റ്. എൻ്റെ പൊന്നു മക്കളെ, ദൈവത്തെ ഓർത്ത് നീ പറഞ്ഞു കളയല്ലേ. എന്താടാ നീ എന്തോയി മണപ്പിക്കുന്നേ? നീ എൻ്റെ കബോർഡിൽ നിന്ന് എന്തെങ്കിലും പെർഫ്യൂം എടുത്തായിരുന്നോ? ഇല്ല, എന്തേ? അല്ലേ തന്നെ അത് എത്രയോ നാളായിട്ട് ആ കബോർഡിൽ ഇരിക്കുന്നു. ഞാൻ എടുക്കാറില്ലല്ലോ. അകപ്പെടാതെ എടുക്കുന്നത് നീയാ. പിന്നെ അവിടെ നിന്നാണ് എന്തുവാ സൗണ്ട്? ഇതെന്റെ അടുക്കളയല്ലേ? ഇതെന്താ ഇങ്ങനെ? അത് ഞാൻ എന്തേലും രാവിലത്തേക്ക് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വല്ലതും ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ച് കയറിയതാ. എന്റെ പൊന്നു ചേച്ചി സഹായിക്കരുത്.
ഞാൻ പൊഞ്ഞികളൊക്കെ കൊണ്ടുവരുന്ന എൻ്റെ അടുക്കള. അയ്യോ, അത് കാരണവരെ സോറി. ഇതിൻ്റെ നഷ്ടപരിഹാരം ഞാൻ വാങ്ങിച്ചോളാടി. ഇപ്പം ഇറങ്ങണം എൻ്റെ അടുക്കളയിൽ നിന്ന്. ഞാൻ താ പോയി. ഒരു മിനിറ്റ് നിന്നേ. എന്താ? എൻ്റെ കൈ കാണിക്കൂ. നീ ഇന്നലെ എൻ്റെ കട്ടിൽ കയറിയിരുന്നു. അത് ഞാൻ കയറിയിരുന്നു. ഇപ്പം ഇറങ്ങി പൊക്കോളൂ എൻ്റെ വീട്ടിൽ നിന്ന്. റോക്കി, ഈ മേലെ തിരിച്ചു വരരുത്. എവാന, എടാ നീ എന്തുവാ കാണിച്ചേ? അവളാ കട്ടിലിൽ കയറിയെന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞോ? നീ എന്തിനാ അടിക്കാൻ പോയത്? അതിന് കട്ടിൽ കയറിയാനാണ് ഞാൻ അവളെ അടിച്ചതെന്ന് ആരെങ്കിലും പറഞ്ഞോ? പിന്നല്ലാതെ എന്തിനാ നീ അവളെ അടിച്ചത്? അവൾ ആരോട് ചോദിച്ചിട്ട് എൻ്റെ അമ്മയുടെ പെർഫ്യൂം എടുത്ത് അടിച്ചത്? അതിനെന്താ കബോർഡിനകത്തല്ലേ? അത് അവളെ അടുത്ത് അടിച്ചിട്ടുണ്ട്. ഇന്നലെ എനിക്ക് ആ മണം കിട്ടിയതാ. നിനക്കെന്താ വട്ടാണോ? അതിനവളെ കബോർഡ് തുറന്നോ? അതിനുള്ള കീ അവളുടെ കയ്യിലുണ്ടോ? നിന്റെ അമ്മയുടെ പെർഫ്യൂം ആണെന്ന് പോലും അവർക്ക് അറിയില്ല. നീ അടിക്കേണ്ടിയിരുന്നില്ല. അവള് കരഞ്ഞോണ്ടാ പോയത്. നീ ഇപ്പൊ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ നിന്നെ വഴക്കുറയുന്നുണ്ടാ? എന്താ ഞാൻ വഴക്കുറയുന്ന കാര്യമില്ലേ? നിന്റെ കബോർഡിന്റെ കീ അവളുടെ കയ്യിലുണ്ടോ ഇല്ലയോ? അത് ഇല്ല റോക്കി, അവളുടെ കയ്യിലില്ല. നിനക്ക് ദേഷ്യം വന്ന കണ്ണ് കാണില്ല, അതാ ഏറ്റവും വലിയ പ്രശ്നം. അതെ, എല്ലാത്തിന്റെ അവസാനം ഞാൻ തന്നെയാണല്ലോ കുറ്റക്കാരൻ. റോക്കി, ധ്രുവ, എന്താടാ? നിനക്ക് എന്നോട് ദേഷ്യമാണോ? എന്തിന്? ഞാനപ്പോൾ ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ നിനക്കറിയാമല്ലോ ധ്രുവ, എനിക്ക് എൻ്റെ അമ്മേനെ ഓർക്കാൻ അത് മാത്രമേ ഉള്ളൂ. അത് അവളെ അടുത്ത് കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. നീ എന്നോട് സോറിയാണ് പറയാൻ പോകുന്നതെങ്കിൽ അത് എന്നോടല്ല, അവളോട് പറയാനുള്ളത്. എടാ, നീ വേറെ ആരോടെങ്കിലും ആണ് ഇതുപോലെ സംസാരിച്ചിരുന്നെങ്കിലോ ഇതുപോലെ പെരുമാറിയിരുന്നെങ്കിലോ എനിക്കൊന്നും തോന്നത്തില്ല. പക്ഷെ അതൊരു പാവമാടാ. എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കാനേ അതിനെ അറിയൂ. എന്തോ അവളെപ്പോഴും എനിക്ക് ഭയങ്കര തലവേദനയാണെങ്കിലും അവളുടെ കണ്ണ് നിറഞ്ഞുണ്ടപ്പോൾ വല്ലാത്ത സങ്കടം.
അത് വിട്. സമയം 9 മണിയാവാറായി. സാധാരണ അവൾ വരേണ്ട സമയമാവുന്നുണ്ട്. വരട്ടെ. അവൾ വന്നാൽ സോറി പറഞ്ഞോളൂ, കേട്ടല്ലോ? എന്താ സോറി അറിയാൻ പറ്റില്ലേ? നീ അവളോട് സോറി പറയാതെ ഞാൻ നിന്നോട് മിണ്ടത്തില്ല. ഞാൻ നിന്നോട് മിണ്ടണമെന്നുണ്ടെങ്കിൽ നീ സോറി പറഞ്ഞു പറ്റൂ. 11 മണിയായല്ലോ, ഇന്ന് നീ വരത്തില്ല എന്തോ? അവൾക്ക് നല്ല സങ്കടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവളാണെന്ന് തോന്നുന്നു. ധ്രുവ, ഞാൻ തുറന്നു നോക്കാം. ചേട്ടാ പാല് വരാൻ വന്നതാ. ഓക്കെ. അവളവിടെ? അവളല്ല, പാല് കൊണ്ടുവന്നതാ. I can't stop loving you. Frozen, colder than ice. Hating you was the only war, and I can't stop loving you, darling. Only my